അഗസ്ത്യർ മഹാമുനി അഗസ്ത്യർ എഴുതിയാണ്. അതായത് അഗസ്ത്യർ ഇരുമ്പിനെ ശുദ്ധീകരിച്ച് ഭസ്മമാക്കും, ചെമ്പ് ശുദ്ധീകരിച്ച് ഭസ്മമാക്കും, സ്വർണം ശുദ്ധീകരിച്ച് ഭസ്മമാക്കും, നെയ്യ് ശുദ്ധീകരിച്ച് ഭസ്മമാക്കും, വെള്ളം ശുദ്ധീകരിച്ച് ഭസ്മമാക്കും ഇത്യാദി മരുന്നുകളെല്ലാം നീറ്റ് വശമുള്ള ഒരുപാട് കൂട്ടമുണ്ട്. അതുമായിട്ട് ഉരുക്ക്, അയസ്കാന്ത ഭസ്മം എന്ന് പറയും, ഉരുക്കിനെ ശുദ്ധീകരിച്ച് ഭസ്മമാക്കും. ഇതെല്ലാം അഗസ്ത്യരുടെ അഗസ്ത്യ ശിഷ്യന്മാർക്ക് പറഞ്ഞു നൽകിയതാണ്. പക്ഷേ നക്ഷത്രകാണ്ഡത്തിൽ ഇതെല്ലാം നക്ഷത്രകാണ്ഡം എന്ന് പറയാൻ കാരണം അശ്വതി എന്ന് പറയുന്ന നക്ഷത്രത്തിന് എത്ര മുഖങ്ങളുണ്ട്, ഭരണി എന്ന് പറയുന്ന ഏഴ്, അതൊക്കെ എൻ്റെ ശിഷ്യൻ വായിക്കുകയും അതിപ്പം വീഡിയോയിലെടുത്ത് കാണിക്കുകയും ചെയ്യും. ഓക്കെ. നക്ഷത്രങ്ങളുടെ വിവരം. അശ്വതി നക്ഷത്രം കുതിരയുടെ മുഖം പോലെ 3 നക്ഷത്രങ്ങൾ. ഭരണി ത്രികോണം പോലെ 3 നക്ഷത്രങ്ങൾ. കാർത്തിക ക്ഷൗരക്കത്തി പോലെ 6 നക്ഷത്രങ്ങൾ. രോഹിണി ചക്രാകാരമായിട്ടുള്ള 7 നക്ഷത്രങ്ങൾ. മകയിരം തേങ്ങാക്കണ്ണം പോലെ 3 നക്ഷത്രങ്ങൾ. തിരുവാതിര തീക്കട്ട പോലെ 1 നക്ഷത്രം. പുണർദം വീട് പോലെ 4 നക്ഷത്രം. പൂയം ബാണം പോലെ 3 നക്ഷത്രം. ആയില്യം സർപ്പം പോലെ 6 നക്ഷത്രം. മകം തൊട്ടിൽ പോലെ 4 നക്ഷത്രം. പൂരം കട്ടിൽക്കാൽ പോലെ 2 നക്ഷത്രം. ഉത്തിരം കട്ടിൽക്കാൽ പോലെ 2 നക്ഷത്രം. അത്തം കയ്യെപ്പോലെ 5 നക്ഷത്രം. ചിത്തിര മുത്തുപോലെ 1 നക്ഷത്രം. ചോതി മാണിക്യം പോലെ 1 നക്ഷത്രം. വിശാഖം തോരണം പോലെ 4 നക്ഷത്രം. അനിഴം വിരൽ പോലെ 4 നക്ഷത്രം. തൃക്കേട്ട കാളം പോലെ 3 നക്ഷത്രം. മൂലം സിംഹവാൻ പോലെ 11 നക്ഷത്രം. പൂരാടം മുരത്തിൽ മുരം പോലെ വച്ചതുപോലെ 4 നക്ഷത്രം. ഉത്തിരം മുരത്തിൽ മുരം വച്ചതുപോലെ 4 നക്ഷത്രം. തിരുവോണം മുഴക്കോല് പോലെ 3 നക്ഷത്രം. അവിട്ടം കുമ്പളങ്ങ പോലെ 5 നക്ഷത്രം. ചതയം വൃത്തം പോലെ 6 നക്ഷത്രം. പൂരിട്ടാതി കട്ടിൽ പോലെ 2 നക്ഷത്രം. ഉത്രിട്ടാതി കട്ടിൽ പോലെ 2 നക്ഷത്രം. രേവതി മൃദംഗം പോലെ 32 നക്ഷത്രം. ആകാശത്ത് ഉദിക്കുന്നതാണ്, ആകാശത്തുള്ളതാണ്. ഭൂമിയുള്ള വലിപ്പമുള്ള നക്ഷത്രങ്ങളാണ് ആകാശത്തുള്ളത്. അതാണ് ചില പുരാണങ്ങളിൽ ഈ നക്ഷത്രം വീഴുന്നാൽ ഭൂമി നശിച്ചു എന്ന് പറയുന്നത്. പക്ഷേ ഇതെല്ലാം ഭരണമയങ്ങൾ ഇങ്ങോട്ടുള്ളതാണ്. ഇത് സ്ത്രീ നക്ഷത്രവും പുരുഷ നക്ഷത്രങ്ങളും ഉണ്ട്. നക്ഷത്രം ഇതെല്ലാം മഹാമുനി അഗസ്ത്യർ ജ്ഞാനദൃഷ്ടി കൊണ്ട് ഇവിടെ നിന്ന് ഇപ്പോഴും ഹെലികോപ്റ്ററിൽ ഒരു സ്ഥലത്ത് ചെന്ന് അവിടെ എല്ലാം ഹെച്ചെടുക്കുന്നത് മാതിരി അങ്ങനെ ജ്ഞാനദൃഷ്ടി കൊണ്ടെല്ലാം രൂപകൽപ്പന ചെയ്ത് ഈ അഗസ്ത്യർ എന്ന് പറയുന്ന മഹർഷിയാണ് 3 ശ്രേഷ്ഠന്മാരിൽ 1ാമത്തെ മഹർഷി. എന്തെല്ലാം വസ്തുക്കളുണ്ടോ എല്ലാ വസ്തുക്കളുടെയും നീറ്റ് മരുന്ന് പാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് മദ്യം പാറ്റിയെടുക്കുന്നത് മാതിരി ഉലകിൽ പണ്ഡിതനായി പിറന്താൽ ഉള്ളം കണ്ടുകൊണ്ട് മോയി അറിയ വേണം അലേ വേണ്ട മലപൊരുകടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശാസ്ത്രമുണ്ട്, മുന്തിരി വാറ്റ്. അതിന് ദ്രാക്ഷാവാറ്റെന്നും പറയും. അതെല്ലാം അഗസ്ത്യരാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇന്ന് സർക്കാർ ഇതിനൊന്നും അനുമതി കൊടുത്തിട്ടില്ല. ഇതുപോലെ എല്ലാ ഔഷധങ്ങളും മാറ്റിയെടുക്കാൻ അഗസ്ത്യർ എല്ലാ മരുന്നുകളും നീറ്റിയെടുക്കുന്നതിലേക്ക് അഗസ്ത്യർ തമിഴാണ്. അപ്പോൾ തമിഴിൻ്റെ അമ്മയാണ് ഈ തമിഴ്ശാസ്ത്രം. മലയാളം എന്ന് പറയുന്നത് തമിഴും ദേവഭാഷയായ സംസ്കൃതവും കൂടെ കലർന്നതാണ്. അപ്പോൾ മലയാള ഭാഷയുടെ അമ്മയാണ് തമിഴ്. അപ്പോൾ തമിഴിൽ നിന്നാണ് ഈ വിദ്യകളെല്ലാം ഭൂലോകത്തിലുണ്ടായിട്ടുള്ളത്. എന്നെല്ലാം വിദ്യകൾ പറഞ്ഞാൽ ഈ എന്തെല്ലാം വിദ്യകളുണ്ടോ, വാസ്തുവിദ്യ പല വിദ്യകളുമുണ്ട്. ഇനി ഞാൻ ഈ പറഞ്ഞ ഒരു കുട്ടി അല്പം വാസ്തുവിദ്യ കൂട്ടി ഒരു കാര്യം കൂടെ പറയാം. വാസ്തു